എല്ലാവർക്കും KMTVയുടെ കർണാട്ടിക് കീബോർഡ് ലെസൺ 13ലേക്ക് സ്വാഗതം. ഞാൻ അജയ്കുമാർ ജി. ആദ്യമായി ഞാൻ KMTVയുടെ എല്ലാ വ്യൂവേഴ്സിനും വ്യൂവേഴ്സ് അല്ലാത്തവർക്കും എൻ്റെ ഹാർദവമായ ഓണാശംസകൾ അറിയിക്കുന്നു. ഈ ഓണക്കാലം വളരെ സന്തോഷപ്രദമാകട്ടെ നിങ്ങൾക്ക് എന്നും കൂടി ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ കീബോർഡ് ലെസണകത്ത് നമ്മളിപ്പോൾ ജണ്ടവരിശകളാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതിൽ 4ാമത്തെ വരിശ വരെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ അതിന് ശേഷം ഉള്ള 5ഉം 6ഉം വരിശകൾ ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ജണ്ടവരിശയിലെ 5ാമത്തെ വരിശ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. അതിൻ്റെ ആദ്യത്തെ 2 ലൈൻ ഞാൻ പറയാം. അത് കഴിഞ്ഞ് ഈ 2 ലൈൻ വീതം നമുക്ക് പറഞ്ഞു പോകാം. 1ാമത്തെ ലൈൻ സാ സാരി സാ സാരി സാരി സാ സാരി രി ഗ ഗ മ മ. 2ാമത്തെ ലൈൻ രീ രീ ഗ രീ രീ ഗ രീ ഗ രീ രീ ഗ ഗ മ മ പ പ. അപ്പൊ ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. സാ സാ രി സാ സാ രി സാ രി സാ സാ രി രി ഗ ഗ. 2ാമത്തെ ലൈൻ രീ രീ ഗ രീ രീ ഗ ഇനി 3ാമത്തെ ലൈൻ ഗ ഗ മ ഗ ഗ മ ഗ മ ഗ ഗ മ മ പ പ ദ ദ മ മ പ മ മ പ മ പ മ മ പ പ ദ ദ നീ നീ. അപ്പം 3ാമത്തെ ലൈനും 4ാമത്തെ ലൈനും ഗ ഗ മ ഗ ഗ മ ഗ മ ഗ ഗ മ മ പ പ ദ ദ. 4ാമത്തെ ലൈൻ മ പ മ മ പ മ പ മ മ പ പ ദ ദ നീ നീ. അടുത്ത ലൈൻ പ പ ദ പ പ ദ പ ദ പ പ ദ ദ നീ നീ സാ സാ. അപ്പൊ താരസ്ഥായി സാ വരെ നമ്മളെത്തി. ഇനിയാണ് നമുക്ക് തിരിച്ചു വരണം. സാ സാ നി സാ സാ നി സാ നി സാ സാ നി നി ദ ദ പ പ. അടുത്ത ലൈൻ നീ നീ ദ നീ നീ ദ നീ ദ നീ നീ ദ ദ പ പ മ മ. അടുത്ത ലൈൻ ദ ദ പ ദ ദ പ ദ പ ദ ദ പ പ മ മ ഗ ഗ. അടുത്ത ലൈൻ പ പ മ പ പ മ പ മ പ പ മ മ ഗ ഗ രീ രീ. ലാസ്റ്റ് ലൈൻ മ മ ഗ മ മ ഗ മ ഗ മ മ ഗ ഗ രീ രീ സാ സാ. അപ്പം ഒരിക്കലൂടെ ഞാൻ ഓർമ്മിക്കുകയാണ്, നമ്മൾ ഈ രാഗങ്ങളെല്ലാം വായിക്കുന്നത് 15ാം മേളകർത്താ രാഗത്തിൽ
മായാമാളവുകള എന്ന രാഗത്തിലാണ്. അപ്പോൾ അതിൻ്റെ ആരോഹണം അവരോഹണം ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം. സാരി ഗ മ പദ നി സ സാരി ദ പ മ ഗ രി സ. ഇങ്ങനെ തന്നെ വായിക്കണം. ഇനി ഇതിന് ആറാമത്തെ വരിശ എന്ന് പറയുന്നത്, ഒന്ന് ഞാൻ ആദ്യം 2 ലൈൻ പാടാം, അത് കഴിഞ്ഞ് പഴയ പോലെ തന്നെ വായിക്കും. നിങ്ങൾ ഫിംഗറിലാണ് ശ്രദ്ധിക്കേണ്ടത്. സാ 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 രീ 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 ഗ ഗ, 3 തവണ സ, പിന്നെ 3 രീ, അത് കഴിഞ്ഞ് പിന്നെ ഗ ഗ. അങ്ങനെയാണ് പറയുന്നത്. സാ സാ രീ രീ ഗ ഗ മ മ രീ 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 ഗ ഗ മ. അപ്പൊ അങ്ങനെ പോവുക. അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം. സാ 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 രീ 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 ഗ ഗ സാ സാ രീ രീ ഗ ഗ മ മ രീ 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 ഗ ഗ ഗ മ മ രീ രീ ഗ ഗ മ മ പ പ. മൂന്നാമത്തെ ലൈൻ ഗ ഗ ഗ മ മ മ പ പ ഗ ഗ മ മ പ പ ദ ദ. നാലാമത്തെ ലൈൻ മ മ മ പ പ പ ദ ദ മ മ പ പ ദ ദ നീ നീ. അടുത്ത ലൈൻ പ പ പ ദ ദ ദ നീ നീ പ പ ദ ദ നീ നീ സാ സാ. അങ്ങനെ നമ്മൾ താരസ്ഥായിലെ സായി ചെന്നു. ഇനി അവിടുന്ന് തിരിച്ചു വരണം മധ്യസ്ഥായിലെ സായിലേക്ക്. അപ്പോൾ അത് എങ്ങനെയാ വായിക്കുന്നത് നോക്കാം. സാ 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 നീ 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 ദ ദ സാ സാ നീ നീ ദ ദ പ പ നീ 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 ദ ദ ദ പ പ നീ നീ ദ ദ പ പ മ മ. അടുത്ത ലൈൻ ദ ദ ദ പ പ പ മ മ ദ ദ പ പ മ മ ഗ ഗ. അടുത്ത ലൈൻ പ പ പ മ മ മ ഗ ഗ പ പ മ മ ഗ ഗ രീ രീ. അടുത്തത് മ മ മ ഗ ഗ ഗ രീ രീ മ മ ഗ ഗ രീ രീ സ സ. അപ്പം നിങ്ങൾ എൻ്റെ കൈ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇതേ രൂപത്തിൽ ഇത് ആദ്യം വായിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 50 മെട്രോണോം സ്പീഡൊക്കെ ഇട്ട്, മെട്രോണോമിൻ്റെ സ്പീഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഇത് ഒരുപാട് കൂടുതലാണ്, 120 കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ 50 ഇട്ട് ഇത് പ്രാക്ടീസ് ചെയ്യണം. അത് കഴിഞ്ഞ് സ്പീഡ് കൂട്ടി കൊണ്ടുവരണം. കീബോർഡ് വളരെ ലളിതമായ ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അപ്പം നിങ്ങൾക്കത് എങ്ങനെ വേണേലും നല്ല രീതിയിൽ വായിച്ചൊക്കെ എടുക്കാം. വലിയ എന്തോന്നും പറയാനില്ല അതിനകത്ത്. വളരെ എളുപ്പമാണ്. അപ്പം ഈ ലെസൺ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അതിനുശേഷം 5 വായിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ വായിച്ചോണം നിങ്ങൾ. സ്പീഡൊക്കെ ഇങ്ങനെ എടുത്തോണോ, അങ്ങനെ വായിച്ചോണം. അപ്പം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി വളരെ ഒരു നല്ല ഓണക്കാലം ഞാൻ ആശംസിക്കുന്നു. പിന്നെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ക്ലാസ് പൂർണ്ണമായി കാണണം.
പുതുതായിട്ട് വന്നിട്ടുള്ള സ്റ്റുഡൻ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആദ്യ ഭാഗങ്ങൾ തൊട്ട് കണ്ട് മനസ്സിലാക്കി പഠിക്കണം. ക്ലാസ് അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. അടുത്ത ഒരു ലെസണുമായി നമ്മൾ കണ്ടുമുട്ടുന്നതും വരെ ഞാൻ അജയകുമാർ ജി തൽക്കാലത്തേക്ക് നിങ്ങളോട് വിട ചൊല്ലുന്നു. നന്ദി, നമസ്കാരം.